തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറും അമ്മ ശ്രീധവും നിഗൂഢമായ മനസ്സുള്ള ആളുകളാണെന്ന് പോലീസ് പറയുന്നു. തൊട്ടടുത്തുള്ള മുറികളിൽ കഴിയുമ്പോഴും ഇരുവരും വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ വിളിച്ചു. ആലപ്പുഴയിലെ ഒരു പൂജാരിയുടെ സഹായിയായിരുന്നു ഈ ഹരികുമാർ. ഈ രണ്ടുപേരും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഹരികുമാർ ആയാലും അല്ലെങ്കിൽ സഹോദരി ശ്രീധു ആയാലും രണ്ടുപേരും ഒരു നിഗൂഢമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും പോലീസിന് ഒരു വിശ്വസിക്കാൻ പറ്റാത്തതും ഇവരുടെ മൊഴികൾ വിശ്വസിക്കാൻ പറ്റാത്തതും ഒരു കാര്യമാണ്. കാരണം ഈ രണ്ടുപേരും ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്തിട്ടുണ്ട്. വളരെ നാൾ ആലപ്പുഴയുള്ള ഒരു പൂജാരിയുടെ അസിസ്റ്റന്റായി, അതായത് പൂജാരിയുടെ സഹായിയായി ഈ ഹരികുമാർ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മതപഠന ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശ്രീധു. മാനസിക വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അവർക്ക്. അല്ലാതെ എന്താ പറയാ, അവരെന്ത് തോന്നിയാസവും കാണിച്ചോട്ടെ. ആ കുഞ്ഞിനെ എന്തിനാ കൊന്നത്? എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട, ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചാൽ 1000 പേർ വരില്ലേ സ്വീകരിക്കാൻ? പകരം ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നു എന്നിട്ട് ന്യായീകരിക്കും. അതിനുശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് പോകാൻ ഇങ്ങനെ തോന്നണം ഇവർക്ക്. ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇവരെ അതേപോലെ കൊല്ലണം, നിയമത്തിന് വിട്ടുകൊടുക്കാൻ. ഈ സഹോദരന്റെ ഇത്തരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളോട് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്.